നമസ്കാരം. ഫുട്ബോൾ പേര് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ചെൽസി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സർപ്രൈസ് ആണോ ചോദിച്ചാൽ അല്ല. വെന്നെവർ ചെൽസി, നമ്മൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ അല്ലേ, എപ്പോഴൊക്കെ ചെൽസി അണ്ടർഡോഗ്സ് ആയിട്ടുണ്ടോ അപ്പോഴൊക്കെ ചെൽസി എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ PSG ഔട്ട് ക്ലാസ് ചെയ്തു. സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ 34% പൊസഷൻ വെച്ചുകൊണ്ട് 2.06 എക്സ്പെക്ടഡ് ഗോൾസ്, ക്വാളിറ്റി ആയിട്ടുള്ള ധാരാളം ചാൻസുകൾ ചെൽസി ക്രിയേറ്റ് ചെയ്തു. അപ്പുറത്ത് 66% പൊസിഷൻ വെച്ചിട്ട് 0.53 ആയിരുന്നു PSG എക്സ്പെക്ടഡ് ഗോൾസ്. സോ ബേസിക്കലി എല്ലാവരും എങ്ങനെ ഇത് സംഭവിച്ചു, എങ്ങനെയാണ് ചെൽസി ഇത് ചെയ്തതെന്നുള്ളതിന് ഒറ്റ ഒരു ആൻസറേ ഉള്ളൂ. ഇൻ പൊസഷൻ PSG പ്രോപ്പറായിട്ട് ചെൽസി ഡിഫെൻഡ് ചെയ്തു, പ്രോപ്പറായിട്ട് ചെൽസി പ്രസ് ചെയ്തു. 11 പ്ലേയേഴ്സും ഇൻക്ലൂഡിങ് സാഞ്ചസ് പിച്ചിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. ഓട്ടം നിർത്തിയില്ല, പ്രസ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു. ബയൺ മ്യൂണിക്കിന് മറ്റേ മണ്ടത്തരം പറ്റിയില്ല. അവര് ഫുൾ 90 മിനിറ്റ്സും ഈക്വൽ ഇന്റൻസിറ്റിയോടെ കളിച്ചു. എസ്പെഷ്യലി ഫസ്റ്റ് 45 മിനിറ്റ്സ് ആ ഇന്റൻസിറ്റി കാണിച്ചു. 3 ഗോൾസും കയറ്റി. സെക്കൻഡ് ഹാഫിൽ കളി കെയോട്ടിക് ആക്കി. എന്നാ പറയാ, കളിയുടെ ഫ്ലോ തന്നെ കംപ്ലീറ്റ്ലി കളഞ്ഞ് PSG ഒന്നുമില്ലാതാക്കി. PSG ഈ മാച്ചിലോട്ട് വന്നപ്പോഴേക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായി. കാരണം നിങ്ങൾ ഈ ലൈനപ്പില് റീസ് ജെയിംസ്, കൈസിഡോ ഓൺ പേപ്പർ ഡബിൾ പേർ, എൻസോ കുറച്ചുകൂടെ ഹയറിൽ, പെഡ്രോ നെറ്റോ, ജാവോ പെഡ്രോ, കോൾ പാൾമർ അപ്പ് ഫ്രണ്ട്, ബാക്ക് ഫോർ കോൽവിലും ചലബോയും കുക്കറയും അതുപോലെ തന്നെ മാലോ ഗുസ്തോനെ സ്റ്റാർട്ട് ചെയ്ത് കോള് റൈറ്റ് ആയിരുന്നെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. റീസ് ജെയിംസ് എവരിബഡി എപ്പോഴൊക്കെ തൻ്റെ ടീംമേറ്റ് സ്പേസ് ഓപ്പൺ അപ്പ് ആക്കുന്നുണ്ടോ അവിടെ ചെന്ന് കവർ കൊടുക്കണം എന്നുള്ള ലൂയിസ് എൻട്രിക്ക് പറയാറുള്ള ഒരു ഐറ്റമാണല്ലോ ആ ഒരു ടീം പ്ലേ. അത് ചെൽസി അങ്ങോട്ട് തന്നെ കാണിച്ചു കൊടുത്തു. എപ്പോഴൊക്കെ ഇപ്പൊ ഉദാഹരണത്തിന് കുക്കറയെ ചാടി ഫ്രണ്ടിലോട്ട് വീഴുകയാണ്, ഡെസറഡോനെ മാർക്ക് ചെയ്യാനായിട്ട് ചാടി ചെല്ലുകയാണ്, പ്രസ് ചെയ്യാണ്, ബാക്കിൽ സ്പേസ് അവൈലബിൾ ആണ്, നോ പ്രോബ്ലം. അവിടെ പെഡ്രോ നെറ്റോ കവർ കൊടുക്കുകയാണ്. ലെഫ്റ്റ് ബാക്ക് റോഡ് പെഡ്രോ നെറ്റോ കളിക്കുകയാണ്. ബാക്ക് 5 ഹോം ചെയ്യണം, വിങ് ബാക്ക് ചെയ്യാനാണോ പെഡ്രോ നെറ്റോ ആവുകയാണ്, സ്പേസസ് കവർ ചെയ്യാണ്. ആൻഡ് ചലബോ എപ്പോഴൊക്കെ ഇപ്പൊ 2-3 സിറ്റുവേഷൻസിൽ മിസ്റ്റേക്ക് നല്ല സ്പേസ് ഓപ്പൺ ആയിരുന്നു. പക്ഷെ അല്ലാതെ ചലബോ എപ്പോഴൊക്കെ പവർ ഒപ്പോണന്റ് സ്ട്രൈക്കറായി കളിക്കുന്ന ചിലപ്പോൾ ഹക്കീമി ആയിരിക്കും, കവറസ്കേലി ആയിരിക്കും, ഡെംബെല്ലെ ആയിരിക്കും, ഫാബിയൻ റൂയിസ് ആയിരിക്കും. പലരും ആ റോളോട് വരാം. ചലബോ അവരെ മാർക്ക് ചെയ്യാൻ, ചലബോ കോൺസ്റ്റന്റ്ലി അവരോടൊപ്പം മൂവ് ചെയ്യാൻ, മിഡ്ഫീൽഡിലോട്ട് കയറുമായിരുന്നു, അവർ ഡ്രോപ്പ് ചെയ്യുമ്പോഴേക്കും അവരോടൊപ്പം മൂവ് ചെയ്യാൻ. ആൻഡ് റൈറ്റ്ഫുള്ളി ആ ഒരു പൊസിഷനിൽ, അതായത് ആ സ്പേസസ് അവിടെ ഓപ്പൺ അപ്പ് ആകുമ്പോൾ കോൾവില് കവർ ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് കുക്കറയെ കളി കവർ ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് റീസ് ജെയിംസ് ഡ്രോപ്പ് ചെയ്ത് കവർ ചെയ്യുന്നുണ്ട്. സോ പ്രോപ്പർ ആയിട്ട് ആസ് എ ടീം തങ്ങളുടെ ടീംമേറ്റ് മാർക്ക് ചെയ്യുന്ന പ്ലെയറിനെ പ്രസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ സ്പേസസ് ഓപ്പൺ അപ്പ് ആവുന്നതായിട്ട് അവർ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പ് ഫ്രണ്ട് പ്ലേയേഴ്സിന്റെ പ്രസ്സിങ് ടോപ്പ് നോച്ച്. നമ്മൾ ഡെംബെല്ലെ ഇങ്ങനെ നോക്കി ഗോൾ കീപ്പറിനെ പ്രസ് ചെയ്യാൻ നിൽക്കുന്നു എന്ന് പറയും. ആ സെയിം സംഭവം ജാവോ പെഡ്രോ എപ്പോഴൊക്കെ ഡോണറൂമയിലോട്ട് പോകുന്നത് പ്രസ് ചെയ്യാനായിട്ട് റെഡിയാണ്. ജാവോ പെഡ്രോ അറ്റാക്ക് ചെന്ന് അങ്ങോട്ട് അഗ്രസീവ്ലി പ്രസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ കോൾ പാൾമർ ഈസ് എ മെയിൻ മാൻ. ഈ ടീമിന്റെ ഫിഗർ ആണ്. ഞാനാണ് ഈ ടീമിന്റെ സൂപ്പർ സ്റ്റാർ, ഞാനാണ് 2 ഗോൾസ് 1 അസിസ്റ്റ് ഇന്നലത്തെ മാച്ചിൽ എന്ന് പറഞ്ഞ ആള് ട്രാക്ക് ബാക്ക് ചെയ്യാതിരിക്കണം. അല്ല, ആള് എപ്പോഴൊക്കെ ബാക്കിലോട്ട് ബോൾ ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിൽ കവർ കൊടുക്കണം, ആള് ട്രാക്ക് ബാക്ക് ചെയ്ത് വന്ന് അവിടെ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുകയാണ്, ഫൗൾസ് വിൻ ചെയ്യുകയാണ്, ഫൗൾസ് കമ്മിറ്റ് ചെയ്യുകയാണ്, പ്രസ് ചെയ്യുകയാണ്, ഫൈറ്റ്സിൽ ഇൻവോൾവ് ചെയ്യുകയാണ്, ഇടിച്ചിടുകയാണ്. അതാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇന്നലത്തെ മാച്ചിൽ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, നമ്മൾ ഇന്നലെ ലൈവ് സ്ട്രീമിലോ പറഞ്ഞിരുന്നു, എപ്പോഴൊക്കെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ വിറ്റീനയിൽ ഇപ്പം നമ്മൾ പല ഒപ്പോണൻസും ചെയ്യുന്ന കാണാനുള്ള സംഭവമാണ്. വിറ്റീനയിൽ ഒരു പ്ലെയർ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിറ്റീന ബോളുമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫ്രണ്ടിലോട്ട് കയറാൻ പറ്റുന്നില്ല, പുള്ളി നേരെ ബാക്കിൽ ന്യൂനോ മെൻഡസിന് ഒരു പാസ് കൊടുക്കുന്നു. എന്നിട്ട് ഈ പ്രസ് ചെയ്യുന്ന പ്ലെയർ ഒന്നെങ്കിൽ അവിടെ സ്റ്റോപ്പ് ആവും, കാരണം ബാക്കിലോട്ട് പാസ് പോകും, എന്നിട്ട് അല്ലെങ്കിൽ ആ ന്യൂനോ മെൻഡസിലോട്ട് ഓടാം. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ദേവർ പ്രിപ്പയർ, ന്യൂനോ മെൻഡസിലോട്ട് ബാക്ക് പാസ് പോയി, ഉടനെ പാൾമർ ജമ്പ് ചെയ്യാണ്. പാൾമർ ആയിരുന്നു തോന്നുന്നു, ഗുസ്തോയോ പാൾമറോ ചാടിക്കറി ജമ്പ് ചെയ്യാണ് ആ പ്ലെയറിലോട്ട്, ന്യൂനോ മെൻഡസിലോട്ട് ഇല്ലാണ്. എൻസോ റണ്ണിങ് നിർത്തുന്നില്ല. സാധാരണ ന്യൂനോയിലോട്ട് പാസ് പോയിട്ട് വിറ്റീന ഒരു ഫ്രീ സ്പേസിലോട്ട് നീങ്ങിയിട്ട് ആ പാസ് വിറ്റീനയിലോട്ട്. ബട്ട് എൻസോ ഫെർണാണ്ടസ് ചെയ്ത എന്നാന്ന് പറഞ്ഞാൽ അവിടെ ഓട്ടം നിർത്തിയില്ല. വിറ്റീന പാസ് ചെയ്തിട്ട് ആ മൂവ്മെന്റ് ചെയ്ത് ഫ്രീ സ്പേസസിലോട്ട് പോകുന്ന ആ ഒരു ഇത് കണ്ടപ്പോഴേക്കും ആൾ ആ വിറ്റീനോടൊപ്പം തന്നെ മൂവ് ചെയ്യാണ് ഓഫ് ദ ബോൾ. വിറ്റീനയെ ചെന്ന് മാർക്കാൻ ന്യൂനോ മെൻഡസിന് വിറ്റീനയിലോട്ടുള്ള പാസിംഗ് ലൈൻ ബ്ലോക്ക് ചെയ്തു. ന്യൂനോയിലോട്ട് മറ്റൊരു പ്ലെയർ പ്രസിന് വരുന്നു, ന്യൂനോ വീണ്ടും ബാക്കിലോട്ട് ഡോണറൂമിനോട്ട് പാസ് ചെയ്യാനായിട്ട് ഫോഴ്സ്ഡ് ആവുകയാണ്. സോ ചെൽസി നല്ല പോലെ പ്രിപ്പയർഡ് ആയിട്ടാണ്, അതായത് തങ്ങളുടെ മാർഗ്ഗം താൻ പ്രസ് ചെയ്യുന്ന പ്ലെയറിനെ വിട്ടരുത്. ഈവൻ ഈ ആള് പാസ് ചെയ്ത് ബോൾ ലൂസ് ചെയ്താലും ആ പ്ലെയറിന് ഒരു നോട്ടം വേണം. അഥവാ ഞാൻ മറ്റു പ്ലെയറിനോട് ജമ്പ് ചെയ്യുവാണെങ്കിൽ ആ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന പ്ലെയറിൽ വേറെ ഒരുത്തും ചാടിയിരിക്കണം, അഗ്രസീവ്ലി പ്രസ് ചെയ്തിരിക്കണം ആ സെറ്റ് ടീം. കൈസിയുടെ ഇന്നലെ ചെയ്ത മറ്റൊരു കാര്യം, കൈസിയുടെ പ്രസ്സും എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നു.
ആർഗ്യൂബിലി ഫോർ മീ ദ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് കണ്ടൻഷനിലുള്ള പ്ലെയർ. ഗോൾഡൻ ബോൾ പാൾമറിനാണ് കൊടുത്തത്. പക്ഷെ കൈസിഡോ സ്റ്റോപ്പ് നോച്ച് ബ്രോ. ആ കൈസിഡോയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും കൈസിഡോയുടെ പൊസിഷനിങ് നമ്മൾ പലപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്. ഡെംബെലെ ഡ്രോപ്പ് ചെയ്യും, എന്നിട്ട് ഡയറക്റ്റ് ഡിഫൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ ബോൾ കിട്ടും, ടേൺ ചെയ്യും, പ്ലേയേഴ്സിനെ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യും. കൈസിയുടെ പലപ്പോഴും ഇപ്പം അവരുടെ സെന്റർ ബാക്സിന്റെ കയ്യിലോ ഫുൾ ബാക്സിന്റെ കയ്യിലോ ബോൾ കിട്ടുമ്പോഴേക്കും പുള്ളി മേക്ക് ഷുവർ ആ ഡെംബെലയിലോട്ടുള്ള ആ ഒരു പാസിംഗ് ലൈൻ കട്ട് ചെയ്തത്തക്ക രീതിയിൽ പുള്ളി പൊസിഷൻ ചെയ്തു. അതുപോലെ തന്നെ അപ്പുറം പ്ലേയേഴ്സിന്റെ മേലെ എപ്പോഴും അവർ പ്ലേയേഴ്സിനെ വെക്കുകയും ചെയ്തു. സോ ആ ഒരു പാസിംഗ് ലൈൻ കട്ട് ചെയ്തു, തിരിച്ച് അവരത് ചെയ്യുകയും ചെയ്തു. അതായത് ജാവോ പെഡ്രോ ഡ്രോപ്പ് ചെയ്യുകയും ജാവോ പെഡ്രോ ഒരു പാസിംഗ് ഓപ്ഷൻ ആയിട്ട് അവൈലബിൾ ആവുകയും ആ ഒരു ഡയറക്റ്റ് പാസ് ഫ്രം ദ ബാക്ക് ജാവോ പെഡ്രോയിലോട്ട് പലതവണ പോകുന്നത് നമ്മൾ കണ്ടു. സോ പി എസ് ജിയുടെ ടാക്ടിക്സ് നേരെ തിരിച്ചു ഉപയോഗിച്ചാൽ പി എസ് ജി വെയർ നോട്ട് പ്രിപ്പയർ ഫോർ ദാറ്റ്. പി എസ് ജി നമുക്ക് അത്യാവശ്യം നല്ലപോലെ കമ്മിറ്റ് ചെയ്യുന്ന ടീമാണ്. സോ പി എസ് ജിയുടെ ഇനിഷ്യൽ പ്രസ് ബ്രേക്ക് ചെയ്താൽ നല്ല സ്പേസസ് ഉണ്ട്. ആൻഡ് മിഡ്ഫീൽഡിൽ ഇന്നലെ റീസ് ജെയിംസ്, എൻസോ, കൈസിഡോ, ഈവൻ ചലവ മിഡ്ഫീൽഡോട് സ്റ്റെപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, കുക്കറെ ഇടയ്ക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഓവറോൾ നോക്കാനായിട്ടാണെങ്കിൽ മിഡ്ഫീൽഡിലും അവരൊരു കാര്യം ഉറപ്പിച്ചു, അവരുടെ നമ്പേഴ്സിനേക്കാളും ഇൻ പൊസഷൻ എസ്പെഷ്യലി നമ്മുടെ നമ്പേഴ്സ് കണ്ടിരിക്കണം വൈൽ ഡിഫെൻഡിങ് ആസ് വെൽ. ആൻഡ് പ്ലേയേഴ്സ് ഓട്ടം നിർത്തിയില്ല, ഫുൾ 90 minutes കോൺസ്റ്റന്റ്ലി റണ്ണിങ്. ആൻഡ് സാന്റോസ് ബെഞ്ചിൽ നിന്ന് നിർത്തിയില്ല, ഡ്രൂസ്ബറി ഹോൾ സൂപ്പർ. ഈവൻ ഡെലാപ്പ് പിച്ചിൽ ഇറങ്ങിയതിനു ശേഷം 1-2 നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഹി വാസ് ഓൾസോ ഗുഡ്. പുള്ളി ഒരു ഫിസിക്കൽ മോൺസ്റ്റർ ആണ്. ബട്ട് വി ഹാവ് ടു ടോക്ക് അബൌട്ട് സാഞ്ചസ് ആസ് വെൽ. മാൻ സാഞ്ചസ് ഇന്നലത്തെ മാച്ചിൽ സാഞ്ചസിനെ അവർക്ക് ആവശ്യമുണ്ട്. പി എസ് ജിനെ തോപ്പിക്കണമെങ്കിൽ 11 പ്ലേയേഴ്സും ഈക്വലി ഗുഡ് ആയിരിക്കണം. സാഞ്ചസ് ഇന്നലെ റിയലി സർപ്രൈസ് ചെയ്തു, എസ്പെഷ്യലി സാഞ്ചസിന്റെ ലോങ് ബോൾസ്, ആക്യുറേറ്റ് പിൻ പോയിന്റ് ലോങ് ബോൾസ്. അതുപോലെ തന്നെ 3-4 നല്ല സൂപ്പർ സേവുകൾ, എസ്പെഷ്യലി ഒരു സൂപ്പർ സാധനം ഉണ്ടായിരുന്നു. മാൻ സാഞ്ചസ് പ്രൂവ്ഡ് എവരിവൺ റോങ്. ഇന്നലത്തെ മാച്ചിൽ ഈ ഒരു കൺസിസ്റ്റൻസി കോൺസ്റ്റന്റ്ലി കിട്ടുവാണെങ്കിൽ സാഞ്ചസിന്റെ കാര്യത്തിൽ ഇതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. വിത്തൗട്ട് എ ഡൗട്ട് സാഞ്ചസ് ഇന്നലെ എക്സ്പെക്ടേഷൻസ് എക്സീഡ് ചെയ്തു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്ലെയർ മറ്റാരുമല്ല, കോൾ പാൾമർ. വാട്ട് എ പ്ലെയർ, വാട്ട് എ പ്ലെയർ. 2 സൂപ്പർ ഫിനിഷ്, സൂപ്പർ ആയിട്ടുള്ള 2 സൂപ്പർ ഫിനിഷ്. അതുപോലെ തന്നെ ഓവറോൾ ഗെയിം പ്ലേ. എനിക്ക് അത് മാത്രമല്ല, ആളുടെ വർക്ക് ലോഡ് ഡിഫൻസ്. താൻ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞാൽ നിൽക്കില്ല, ആളുടെ വർക്ക് ലോഡ് വാട്ട് എ പ്ലേ, ആളുടെ വർക്ക് ലോഡ്. അതുപോലെ തന്നെ ജാവോ പെഡ്രോ എന്ത് പെട്ടെന്നാണ് ഈ ടീമിനോട് ഇൻഗ്രേറ്റ് ചെയ്ത്, എന്ത് പെട്ടെന്ന്. സെക്കൻഡ് മാച്ച് സ്റ്റാർട്ടാണ് പുള്ളിക്ക്, തേർഡ് മാച്ചാണ് ഓവറോൾ. എന്ത് പുള്ളിയും പാൾമറും ടീംമേറ്റ്സിനും ഇടയിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, പുള്ളിയുടെ മൂവ്മെന്റ്സ്, എസ്പെഷ്യലി പാൾമറിന്റെ സെക്കൻഡ് ഗോളിന് പുള്ളിയുടെ ഒരു റണ്ണുണ്ട്. വിറ്റീനെ അവിടെ റോങ് ഫുട്ടായി പോവാണ്. വിറ്റീനെ അങ്ങോട്ട്, വിറ്റീന മേ ബി അവിടെ റണ്ണ് നടത്തിയില്ല, മേ ബി വിറ്റീന പാൾമറിന്റെ ഷോട്ട് ബ്ലോക്ക് ചെയ്തേക്കും. ബട്ട് ആ ഒരു റണ്ണിൽ വിറ്റീന അവിടെ കൺഫ്യൂസ്ഡ് ആയപ്പോൾ വിറ്റീന ജാവോ പെഡ്രോയിലോട്ട് പാസ് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, പെട്ടെന്ന് ഓഫ് ബാലൻസ് ആവുന്നു, തിരിച്ച് പാൾമറിനൊരു സ്പേസ് കിട്ടുകയാണ്. മാൻ സൂപ്പർ. അതുപോലെ തന്നെ ആ ഒരു ഗോളും ജാവോ പെഡ്രോയുടെ ഗോളും കൂടെ വന്നപ്പോഴേക്കും തേർഡ് ഗോൾ ഫോർ ചെൽസി. അത് സൂപ്പർ. പാൾമറും പുള്ളിക്കും ഇടയിലുള്ള കണക്ഷൻ സൂപ്പർ കണക്ഷൻ. അതുപോലെ തന്നെ റീസ് ജെയിംസ്, മാലോഗുസ്തോ, കുക്കറയുടെ ഒക്കെ പ്രസിംഗ് മാൻ. അതുപോലെ തന്നെ പെഡ്രോനെറ്റ് ഒരു വർക്കഹോളിക് ഫോഴ്സ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ പോയ. കോൺസ്റ്റന്റ്ലി കെപ്റ്റ് ഓൺ റണ്ണിങ്, സൂപ്പർ വർക്കഹോളിക് ഫോഴ്സ്. അല്ല എൻസോ ആസ് വെൽ ബ്രോ, എൻസോ ആടെ പ്ലേ അല്ലേ. സോ ഓവറോൾ നെട്ടി. അപ്പുറത്ത് പി എസ് ജിയുടെ കാര്യത്തിലൂടെ വരുമ്പോൾ ദേവർ നോട്ട് അറ്റ് ഓൾ പ്രിപ്പയർഡ്. ഓൾ പ്ലേയേഴ്സ്, ന്യൂനോ മെൻഡസ്, ഡെംബെലെ ഉൾപ്പെടെ അവരുടെ സൂപ്പർ സ്റ്റാറുകൾ എല്ലാം കംപ്ലീറ്റ്ലി ഡൗൺ ആയിരുന്നു. ആരും ഗുഡ് അല്ലായിരുന്നു. സോ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്തെന്ന് തന്നെ പറയാം ചെൽസി. ഒരു ഡൗട്ടില്ല, ഡിസേർവിംഗ് വിൻ 3-0. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ മോർ. 3-0, 4-0, 5-0 ആക്കാനുള്ള നല്ല ചാൻസുകൾ ചെൽസിക്ക് ഉണ്ടായിരുന്നു. സോ വിതൗട്ട് എ ഡൗട്ട് ചെൽസി ഡിസേർവിംഗ് വിന്നേഴ്സ്. ആൻഡ് ടാക്ടിക്കലി പറയാനായിട്ടാണെങ്കിൽ പി എസ് ജിയുടെ പ്രസിംഗ് ഇന്റൻസിറ്റി കൊണ്ട് അങ്ങോട്ട് മാർക്ക് ചെയ്തു. ആൻഡ് പ്ലേയേഴ്സിന്റെ മൂവ്മെന്റ്സ് ഒപ്പോണന്റ് അനുസരിച്ച് ടാക്ടിക്കലി ഷിഫ്റ്റ് ചെയ്യാൻ എൻസോ മാരസ്കയ്ക്ക് അറിയാമെന്നുള്ളത് ക്ലിയർലി കാണിച്ചു. ഇത് നമ്മൾ വലിയ ചാർട്ട് എടുത്ത് ടാക്ടിക്കൽ മാസ്റ്റർ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം പക്ഷേ കളി കണ്ട എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, മാൻ ടു മാൻ അവരുടെ പ്രസിംഗ് തന്നെയായിരുന്നു. എപ്പോഴൊക്കെ തങ്ങളുടെ മാനെ ലൂസ് ചെയ്തോ അപ്പോഴൊക്കെ തന്റെ ടീം മേറ്റ് ആ പ്ലെയറിനെ വന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുവർ പി എസ് ജിക്ക് മിഡ്ഫീൽഡിൽ ധാരാളം സ്പേസുകൾ ഓപ്പൺ ആവുന്നില്ല എന്ന് ക്ലിയർ ചെയ്തു. അഥവാ ഇവർ അവർ ഫൈനൽ തേർഡിലോട്ട് വരുവാണെങ്കിലും മേക്ക് ഷുവർ നമ്മളും അവിടെ ഉണ്ട്, നമ്മുടെ നമ്പേഴ്സ് അവിടെ ഉണ്ട് എന്നുള്ളത് കൺഫേം ആക്കി. സോ ഇന്റൻസിറ്റി പി എസ് ജിയുടെ മുകളിൽ ഇന്റൻസിറ്റി കൊണ്ട് അവരെ മാർക്ക് ചെയ്ത് പി എസ് ജിനെ തോൽപ്പിച്ചുകൊണ്ട് ചെൽസി ഫിഫ ക്ലബ് വേൾഡ് കപ്പിന്റെ ഫസ്റ്റ് എഡീഷൻ നേടിയിരിക്കുകയാണ്. ആൻഡ് എൻസോ മാരസ്കയ്ക്ക് 100 മാർക്കും ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ഒന്നും പറയാനില്ല. വാട്ട് എ ടീം, വാട്ട് എ പ്ലെയർ, വാട്ട് എ ബഞ്ച് ഓഫ് യങ്സ്റ്റേഴ്സ്. ആൻഡ് പ്രീമിയർ ലീഗിലോട്ട് വരുമ്പോഴേക്കും ഈ സീസണിൽ ബിവെയർ, അവർ പ്രീമിയർ ലീഗിന് ഫേവറേറ്റ് ആണെന്നോ മറ്റൊന്നുമല്ല, ബട്ട് ഈ ഒരു ട്രോഫിയുടെ ടേസ്റ്റ് കിട്ടിയ ചെൽസി ആർ ഡേഞ്ചറസ്. കോൺഫറൻസ് ലീഗ് അടിച്ചു,
ആൻഡ് ഇപ്പോഴത്തെ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ആർഗ്യൂബിലി നമ്മൾ ക്ലബിലെ വേൾഡിലെ ബെസ്റ്റ് ക്ലബ് എന്നുള്ളതിന്റെ ഒരു ടാഗിന്റെ ഒരു ഇതല്ലേ. ബട്ട് വി ഓൾ നോ PSG ആണ് വമ്പന്മാര്, PSG ആണ് ഇപ്പോഴത്തെ എന്നാ പറയാ ദ ടീം ടു ബീറ്റ്. ആൻഡ് അവരെ ആധികാരികമായി തോപ്പിച്ചുകൊണ്ട് തന്നെ ചെൽസി വളരെ കോൺഫിഡൻറ്റോടുകൂടി പ്രീമിയർ ലീഗിലോട്ട് വരുവാണ് എന്ന് പറഞ്ഞാൽ അവരാണ് ചെൽസിയാണ് ഇപ്പോഴത്തെ എല്ലാവരും നോക്കേണ്ട ടീം. അവർ എല്ലാ ടൂർണമെന്റും കപ്പുകൾ അടിക്കുമെന്നല്ല, ബട്ട് അവർക്ക് കിട്ടാൻ പോകുന്ന കോൺഫിഡൻസ് ഹ്യൂജ് ആയിരിക്കും. ഞങ്ങൾക്ക് ഇനിയും പലതിനും വേണ്ടി മത്സരിക്കാം. ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ഞങ്ങൾ അടിച്ചു, കോൺഫറൻസ് ലീഗ് ഒരു സ്റ്റാർട്ട്, ക്ലബ് വേൾഡ് കപ്പ് അടിച്ചു, ഓക്കെ ഈ സീസൺ പ്രീമിയർ ലീഗിന് വേണ്ടി ഞങ്ങൾക്ക് മത്സരിക്കാം. മാൻ സിറ്റി, ലിവർപൂൾ, കമോൺ, ആർസണൽ ഞങ്ങളും കൊണ്ടാ ഈ വർഷം ടൈറ്റിൽ റേസിനെ ഉറക്കെ പ്രഖ്യാപിക്കാനായിട്ട് അവർക്ക് ഈ ഒരു വിക്ടറി കൊണ്ട് സാധിക്കും. ലെറ്റ്സ് ഹോപ്പ് അവർ ഒരു നല്ല ടൈറ്റിൽ റേസിൽ എൻ്റർ ആവട്ടെ. എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഈ ഒരു മാച്ചിനെ കുറിച്ചും ടൂർണമെന്റിനെ കുറിച്ചും പറയാനുള്ളത്? ടൂർണമെന്റ് ആസ് വെന്റ് ഓൺ വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഒന്നും പറയാൻ നോക്കൌട്ട് ഫേസ് തുടങ്ങിയപ്പോൾ തൊട്ട് ടൂർണമെന്റ് പൊളിയായിരുന്നു. എസ്പെഷ്യലി ബ്രസീലിയൻ ടീംസിന്റെ മാച്ചുകളൊക്കെ, നോക്കൌട്ട് ഫേസിലുള്ള മാച്ചുകളൊക്കെ സൂപ്പർവായിരുന്നു. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.